അത് പിന്നെ ഒരു പയ്യൻ ഓടിപ്പോയല്ലോ, ആരാ അത്? അത് നമ്മുടെ പയ്യൻ റിജോ. അവന്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു, അവന് ഉത്തരം അറിയില്ല, അതാ ഓടിപ്പോയത്. അതുപോലെ എന്ത് ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്? അതൊരു ബേസിക് ആയ ചോദ്യമാണ്. പാപം എന്നാൽ എന്താണെന്ന് ചോദിച്ചു. പാപം എന്ന് പറഞ്ഞാൽ കയ്പ്, വെറുപ്പ്, അസൂയ, പിണക്കം ഇങ്ങനെയൊക്കെയുള്ളതല്ലേ? എന്നാൽ നിങ്ങൾ പറയുന്ന യാതൊന്നും തന്നെ ആദാം ഏദൻ തോട്ടത്തിൽ ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ ആ ഒരു മനുഷ്യൻ ആദാമിനാലാണ് പാപവും മരണവും ഈ ലോകത്തിലേക്ക് വന്നതെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിൽ പാപം എന്നാൽ എന്താണ്? ദൈവത്തിന്റെ കാഴ്ചയിൽ പാപം എന്ന് അദ്ദേഹം എന്തിനെയാണ് പറയുന്നത്? ഇനി ഐഡിയ? ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ പഴം ആദം കഴിച്ചു. അതായത് ഇനി എന്റെ ജീവിതം നയിക്കുന്നതിന് ദൈവത്തിന്റെ ആവശ്യമില്ല, ഇനി എന്റെ ജീവിതം ഞാൻ തന്നെ നയിച്ചോളാം എന്ന മൈൻഡ് സെറ്റിലേക്ക് ആദാം വന്നു എന്ന് വിചാരിക്കാം, അല്ലേ? ദൈവത്തോടുള്ള ബന്ധത്തെ ആദാം നിരസിച്ചു, അതിനെയാണ് ദൈവം പാപമെന്ന് പറഞ്ഞത്. അതെ, എനിക്ക് ദൈവമേ ആവശ്യമില്ല, ദൈവം ഇല്ലാതെ തന്നെ എന്റെ ജീവിതത്തെ നയിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുന്നതിനെയാണ് പാപമെന്ന് പറയുന്നത്. ഈ പാപം മരണത്തെ കൊണ്ടുവരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. മരത്തിന്റെ നിലനിൽപ്പ് മണ്ണാണ്. മണ്ണിൽ നിന്ന് മരത്തെ വേർതിരിച്ചാൽ മരം ചത്തുപോകും. മീനിന്റെ നിലനിൽപ്പ് വെള്ളമാണ്. വെള്ളത്തിൽ നിന്ന് മീനിനെ വേർതിരിച്ചാൽ മീൻ ചത്തുപോകും. അതേപോലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പ് ദൈവമാണ്. കാരണം ദൈവം തന്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അവന് തന്റെ ജീവശ്വാസം കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉരുവാക്കിയ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തിയാൽ അവൻ ജീവിച്ചിരുന്നാലും മരിച്ചവന് സമമാണ്. അതുകൊണ്ടാണ് പിതാവിനെ വിട്ട് പിരിഞ്ഞുപോയ ആ ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ എന്റെ മകൻ പാപം ചെയ്തു, ഇപ്പോൾ നീതിമാനായി എന്നല്ല പറഞ്ഞത്. ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള ഐക്യത്തിൽ നിന്ന് വേർപെട്ടു പോയവരെല്ലാവരും മരിച്ചവരാണ്. ഇങ്ങനെ പിതാവിനെ വിട്ട് പിരിഞ്ഞ് ജീവിക്കുന്ന പ്രവൃത്തികൾ ഓരോന്നും തെറ്റായിരിക്കും. ഇനിയും പറഞ്ഞാൽ പിതാവിനോട് കൂടെ ഇല്ലാത്തവരുടെ പ്രവൃത്തികളെല്ലാം ചത്ത പ്രവൃത്തികളായിരിക്കും. അപ്പോ പിതാവിനോട് കൂടി ഇരിക്കാതെ പാപത്തിലിരിക്കുന്നവർക്ക് ജീവൻ ലഭിക്കാൻ ഒരേ ഒരു വഴി യേശുക്രിസ്തു മാത്രമാണല്ലേ? അതിലെന്താ സംശയം? പുത്രനുള്ളവന് ജീവനുണ്ട്. യേശുവിനെ സ്വീകരിക്കാത്തവരെല്ലാം ജീവനില്ലാത്തവരാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ലവരോ മോശപ്പെട്ട ആളോ എന്നതിനേക്കാൾ നിങ്ങളുടെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരായാലും ശരി, യേശുവിന്റെ ക്രൂശ് മരണത്തെയും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യജീവനെ പ്രാപിക്കും. സ്വർഗീയ പിതാവിന്റെ കുടുംബത്തിലും ബന്ധത്തിലും നിങ്ങൾക്കും പങ്കുചേരുവാൻ കഴിയും. ആമേൻ.